ഇപ്പം നമ്മൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു കാരണമുണ്ടല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് തീർന്നത്? എങ്ങനെയാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങാനായിട്ടുള്ള ഒരു മുഖാന്തരം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതെന്ന് പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോകത്തോട് വിളിച്ച് പറയണം. അത് ഞാനല്ല, ഞാൻ പറയുന്നൊരു കാര്യങ്ങൾ അംഗീകരിക്കാൻ ഈ ലോകത്തിന് അല്ല എന്നെ മനസ്സിലാക്കാൻ, എന്നെ അറിയാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ സത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുമെങ്കിൽ അതുപോലെ അനുഭവമുള്ള ഒരാളുമായിട്ട് കണക്റ്റ് ആയാലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരു അന്വേഷണം പല ആളുകളുമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് ശരിക്കും എനിക്ക് ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ കണ്ടുന്ന ആളുകളെല്ലാം ശരിക്കും എല്ലാം അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്, കർത്താവേ എനിക്കൊരു നല്ലൊരു കൂട്ടായ്മ. ഞാൻ ഒരുപാട് പള്ളികളിൽ കൂട്ടായ്മയൊക്കെ ഉണ്ട്, പലരും എന്നെ വിളിക്കാറുണ്ട്, പലരും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ്. യേശുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല അവിടെ ഉള്ളത്. പേര് യേശുവിൻ്റെതാണെങ്കിലും യേശു പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ അല്ല നടക്കണത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാം, ജപമാല അതുപോലെയുള്ള മറ്റുള്ള വിശുദ്ധന്മാരോടുള്ള വണക്കങ്ങളും എല്ലാം ശരിക്കും അത് അവരെല്ലാം ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അത്രയും വരാനുള്ള പ്രാപ്തിയും കഴിവൊന്നും ഒരു മനുഷ്യനുമില്ല. അപ്പം അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ശരി ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ബഹുമാനപ്പെട്ട അന്ന് ശരിക്കും അച്ഛൻ്റെ വീഡിയോ കാണുന്നത്, ഒരു അച്ഛൻ ശബരിമലയ്ക്ക് പോകുന്നു. ഇതെന്നെ വളരെയധികം ശരിക്കും പറഞ്ഞാൽ ചിന്താക്കുഴപ്പമുണ്ടാക്കി. ഒരച്ഛൻ എന്തുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നു, അത് ശരിയല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഞാനൊരു വീഡിയോ കണ്ട്, ഈ മനോജ് അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, മനോജ് അച്ഛൻ്റെ കുറേ നല്ല വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ നിന്ന് എനിക്ക് കിട്ടിയൊരു കാര്യം ഇതാണ്. അച്ഛൻ്റെ 35ാമത്തെ വയസ്സിലാണ് ഇത് വെളിപ്പെട്ട് കിട്ടിയത് എന്നൊരു ടോക്ക് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ക്ലിക്കായത്. എനിക്ക് 36ാമത്തെ വയസ്സിലാണ് ശരിക്കും ഇതിന്ന് ശരിക്കും ഒരു വിടുതൽ കിട്ടിയത്. അപ്പം ഞാനും ഈ അച്ഛനുമായിട്ട് ഭയങ്കരമായ ബന്ധമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് കിട്ടിയ അതേ ഒരു മാറ്റം തന്നെയാണ് അച്ഛന് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ സഭ, അച്ഛൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ ഒരു ദൈവിക ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ. ഞാനും അതുപോലെ അതിനെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്കത് ശരിക്കും പറഞ്ഞ് പറ്റുന്നില്ല. ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പം അങ്ങനെ മനസ്സിലാക്കിയ ഒരാളെയാണ് ശരിക്കും ഞാൻ വീഡിയോയിൽ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ നിലപാട്. അങ്ങനെ ഞാൻ അച്ഛനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ അച്ഛനുമായിട്ട് ശരി കണ്ടുമുട്ടും. അങ്ങനെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഫോൺ നമ്പർ കണ്ടു. ഉടനെ കുറിച്ചെടുത്തിയാൽ ഇന്ന് വരെയായിട്ടും ആ ഒരു ഫോൺ നമ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അതിനൊരു കാര്യം മനസ്സിലാക്കി, എന്നെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ശരിക്കും പറഞ്ഞ ഒരാൾ മനോജ് അച്ഛനാണ്. മനോജ് ശബരിമലയ്ക്ക് പോയതിൻ്റെ കാരണവും പറഞ്ഞു. കാരണം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് എല്ലാ മതങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും ദൈവം ഒന്ന് തന്നെയാണ്. അക്രൈസ്തവന് വേറൊരു ദൈവമില്ല, വേറൊരു ദൈവമില്ല, ക്രിസ്ത്യാനിക്കും വേറൊരു ദൈവമില്ല, ഒറ്റ ദൈവമുള്ളൂ. അത് ബൈബിളിൽ പറയുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വചനം പറഞ്ഞു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്കെന്തിനും അസാധ്യമായിട്ടുള്ളൂ, വേറൊരു ദൈവം വേറെ ഇല്ല. അദ്ദേഹം ഉറപ്പിച്ച കണ്ടു. അപ്പം അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയത് അയ്യപ്പനെ വണങ്ങാൻ വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും ഒന്നാണെന്ന് ലോകത്തെ അറിയിക്കാനായിട്ട്, ഒരേ അപ്പൻ്റെ മക്കളെ ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ലോകം അറിയാൻ വേണ്ടി, സകല മനുഷ്യർ അറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛനാ സ്റ്റാൻഡ് എടുത്തത്. അച്ഛൻ വീണ്ടും പറഞ്ഞു, ഞാൻ ശരിക്കും അച്ഛനോട് ഒരു ചോദ്യം ചോദിച്ചു, ശരിക്കും എന്താണ് ഇസ്ലാം എന്താ മക്കയിൽ പോകാൻ താല്പര്യമുണ്ടോ? പോകാൻ വരും പറഞ്ഞു, ഞാൻ പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. എന്നെ കൊണ്ടുപോയി ഞാൻ പോകാം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, കൊണ്ടുപോകണമെങ്കിൽ മതം മാറണമെന്ന് പറഞ്ഞു. ഈ ഇസ്ലാമിൻ്റെ ദൈവം വേറെ,
ക്രിസ്ത്യാനിയുടെ ദൈവം വേറെ എന്നൊരു തത്വമാണ് അവിടെ വരുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നതും എല്ലാം പഠിപ്പിക്കുന്നത് ഒരേ ദൈവം. പിന്നെ എങ്കിലും ഇവർ ഈ മതത്തിൻ്റെ കാര്യം പറയുന്നത്, അത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ദൈവവിശ്വാസവും മതവിശ്വാസവും രണ്ടും രണ്ടാണ്. സഭവിശ്വാസവും രണ്ടും രണ്ടാണ്. ഈശോ സഭയെ വിശ്വസിക്കാനോ സഭയെ സ്നേഹിക്കാനല്ല പറഞ്ഞത്, പരസ്പരം സ്നേഹിക്കാൻ. എന്നിലും വിശ്വസിക്കും, ദൈവത്തിലും വിശ്വസിക്കും. അതായത് കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയിൽ വിശ്വസിക്കുക, ആംഗ്ലിക്കൻ സഭയിൽ വിശ്വസിക്കുക, അക്രൈസ്തവ സഭയിൽ വിശ്വസിക്കുക, ആ മതത്തിൽ വിശ്വസിക്കുക, ഈ മതത്തിൽ വിശ്വസിക്കുക. ഈശോ ദൈവം ഒരിക്കലും ആരോടും പാടില്ല. ഇല്ല. ആദ്യം ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിട്ട് പരസ്പരം വിശ്വസിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഇതിൻ്റെ ഒരു ആന്തരിക അർത്ഥം കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യക്തിപരമായിട്ട് പഠിക്കും. അതിനൊരു പ്രാർത്ഥനയുണ്ട്. ശരി, യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? ഒരു പ്രാർത്ഥന, പരസ്യമായ പ്രാർത്ഥന എന്താണ് ശരിക്കും പറഞ്ഞാൽ? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അതൊന്ന്. ഇപ്പം രണ്ടാമത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് നിൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് പ്രാർത്ഥിക്കുക. പറയാ, ദൈവമേ എന്താണ് സത്യം, എന്താണ് സത്യം, എനിക്കത് വെളിപ്പെടുത്തി തന്നെ. ഞാൻ ഇന്ന് ശരിക്കും ഭയങ്കര ഭക്തനാണ്, ഒരു മതത്തിൻ്റെ ആളാണ് ശരി, പക്ഷെ സത്യം എന്താണെന്ന് എനിക്ക് പലരും പല മതങ്ങളും പല സഭകളും പല കാര്യങ്ങളും പറയുന്നുണ്ട്. സത്യം എന്താണ് ഈശോയെ അല്ലെങ്കിൽ യേശുവെ, സത്യം എന്താണ്? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി കിട്ടും. ആ ചോദ്യം ശരിക്കും നമ്മുടെ ജനുവിനായിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ഉത്തരം പ്രതീക്ഷിച്ച് പോയാൽ കിട്ടത്തില്ല. ഇല്ല. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവം എനിക്ക് മറുപടി തരണം. എൻ്റെ ചോദ്യത്തിന് ദൈവം എനിക്ക് മറുപടി തരണം. പക്ഷെ എൻ്റെ ചോദ്യം അതായിരിക്കണം, ദൈവത്തിന് പ്രതികരമായ ചോദ്യമായിരിക്കണം. ഞാൻ സമ്പത്ത് ചോദിച്ചവനാണ് ശരിക്കും പറഞ്ഞത്. എനിക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് സമ്പത്ത് വേണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എനിക്ക് സമ്പത്ത് വേണമെന്ന് വിചാരിച്ചത് സമ്പത്ത് വേണ്ടി മാത്രം ഞാൻ ദൈവത്തെ സമീപിച്ചവനാണ്. പക്ഷെ എനിക്ക് സമ്പത്തൊന്നും തന്നില്ല കർത്താവ്. അതിനേക്കാൾ വേറൊരു സാധനം എനിക്ക് തന്നു. ഒരു വയൽ കണ്ടു, ആ ഒരു നിധി കണ്ടു, സകലത്തിനെ പറ്റി ആ വയൽ വാങ്ങി. ആ വയൽ വാങ്ങിക്കഴിയുമ്പോഴേ അവൻ ആ നിധി സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ എന്നെ സംബന്ധിച്ച് ശരിക്കും യേശുവാണ് ശരിക്കും ആ വയൽ. ആ യേശുവിന് പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ നിധി. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കണം. ബാക്കിയുള്ള ശരിക്കും ഇതെല്ലാം ചെന്ന് മറ്റുള്ളതൊക്കെ വെറും ശരിക്കും അത് വലിയ കാര്യമൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു പവർ, ഈ ഒരു ശക്തി ഇത് നമുക്കുണ്ടാകണം. എനിക്ക് ശരി യേശുവിനെ കുറിച്ച് പൗലോസ്ലീഹ പോലെ പറയണമെങ്കിൽ പൗലോസ്ലീഹയ്ക്ക് കിട്ടിയ അതേ ചൈതന്യം എനിക്ക് കിട്ടിയാൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റൂ. അതാണ് ഞാനിന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ലിങ്ക് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ വീഡിയോസിനകത്ത് കൂടെ അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലായത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. അങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനെ കാണണം. ഞാൻ വേറൊരു അച്ഛനെ കുറിച്ച് ഞാൻ എൻ്റെ കത്തോലിക്ക സഭ എനിക്ക് വികാരി അച്ഛന്മാരുടെ ഒരുപാട് അച്ഛന്മാർ ഒരുപാടൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് തിരക്കുള്ള അച്ഛന്മാരുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ തിരക്കുള്ള അച്ഛന്മാരുണ്ട്. പക്ഷേ എന്താ പറയുക, മനോജ് അച്ഛന് തിരക്കണ്ടോ ഇല്ലെന്നുള്ള എൻ്റെ പ്രശ്നം. അച്ഛൻ എനിക്ക് അച്ഛനെ കാണണം. എനിക്ക് ദൈവം തന്ന അതേ വെളിപ്പെടുത്തലുകളാണ് അച്ഛൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനെ കാണണം. അപ്പം അച്ഛൻ പറഞ്ഞ്, അച്ഛൻ വേറൊരു കുശലം പറഞ്ഞില്ല ശരിക്കും. അച്ഛൻ പറഞ്ഞ് ഞാൻ ഡേറ്റ് ഒന്നും അച്ഛനോട് പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ ഇന്ന ദിവസം തൃപ്പൂണിത്തുറയിൽ വന്നിട്ട് അവിടെ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ സംഭവം ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്ക് തൃപ്പൂണിത്തുറ 24-ാം തീയതി നവംബർ 24-ാം തീയതി എനിക്ക് തൃപ്പൂണിത്തുറ എനിക്ക് പോകണം. എനിക്ക് എൻ്റെ അച്ഛൻ അവിടെ എന്താ പറഞ്ഞത്, ഹിൽ പാലസിൽ വരും, അവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ശരി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൊരു ശക്തിയും കഴിവും എനിക്ക് തരണേ കർത്താവെ, അച്ഛനെന്നെ ശ്രമിക്കാനുള്ള ഒരു കൃപ കൊടുക്കണേ അച്ഛ കർത്താവെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അല്ല, അങ്ങനെയല്ല. അവിടെ വന്ന ഒരു മീറ്റിങ്ങിനായിരിക്കും അച്ഛൻ ശരിക്കും ഉള്ളത്. എനിക്ക് അച്ഛനോട് ശരിക്കും ഫ്രീ ആയിട്ട് സംസാരിക്കണം. അങ്ങനെ ഒരു ഇങ്ങനെ താന്നല്ല, എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയണം. എനിക്ക് അത് സമയമെടുക്കും, ഒരു 2 മണിക്കൂർ സമയമെങ്കിലും എനിക്ക് വേണം പറഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛനോട് വിളിച്ചിട്ട് അച്ഛൻ എനിക്ക് ശരിക്കും അച്ഛനെ അന്ന് ഹൈൽ പാലസിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് അച്ഛനോട് ശരിക്കും പറഞ്ഞാൽ അധികം നേരം സംസാരിക്കാൻ പറ്റില്ല, എനിക്കതുകൊണ്ട് കുറച്ച് സമയം വേണം. അതുകൊണ്ട് വേറെ ദിവസം അച്ഛന് പറ്റിയൊരു സമയം ഒഴിവുള്ള സമയം എനിക്ക് പറഞ്ഞു. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ
വയറ്റിലുണ്ടാവും ഇന്ന ദിവസം അവിടെ വരാൻ പറഞ്ഞു. പിന്നെ വേറെ ഒന്നും ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും നോക്കില്ല. എൻ്റെ പെണ്ണുങ്ങളെ അങ്ങനെ ആരും പോകാൻ അവൾ റെഡിയാണ്. അവിടെ ചെന്ന് കാരണം എല്ലാം റെഡിയായി. അവിടെ ചെന്ന് കൃത്യം അച്ഛനെ വിളിച്ചു പറഞ്ഞ് അച്ഛൻ ഓട്ടോറിക്ഷക്കാരന് കൊടുത്ത് ഓട്ടോറിക്ഷക്കാരൻ അവിടെ എന്നെ ഉണ്ടാക്കി. ചെന്ന് കണ്ടപ്പോഴേ ശരിക്കും എനിക്ക് അച്ഛനുമായിട്ട് ഭയങ്കര ഒരു എന്താ ഒരു നമുക്കത് പറയാൻ പറ്റില്ല. ഒരു ശരീരത്തിലൊക്കെ ഒരു മനസ്സിലൊക്കെ ഒരു പവർ പോലെ എനിക്കടുത്ത് തോന്നി. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹമാണ് ശരിക്കും. അച്ഛനെ കയ്യാറുകൾ പിടിക്കും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ഫ്രീ ആയി. പിന്നെ എനിക്ക് പിന്നെ വേറെ ഞാൻ എന്താ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ല, വർഷങ്ങൾക്ക് മുൻപ് കാണുന്ന ഒരു പരിചയം പോലെ ആയിപ്പോയി എനിക്ക് അച്ഛനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ കളിച്ചോണ്ട് നേരിട്ട് തുറന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പറയാം. ഒരു പേടിച്ചല്ല പറയുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞേ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ടെന്ന് പറഞ്ഞു. എങ്ങനെയല്ല പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞു അച്ഛൻ വീട്ടിലോട്ട് വന്നുവെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. റെഡി അയച്ചാൽ ഞാൻ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു അച്ഛൻ്റെ വീഡിയോ ഞാൻ പല ആളുകൾക്കും ഞാൻ കാണിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ ഇത് എന്നോട് താല്പര്യമുള്ള ആളാണ്. ഞാൻ ആ ചേട്ടനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ശരിക്കും വീഡിയോ കണ്ട് നല്ല അഭിപ്രായം ആ ചേട്ടനാണ് ഈ ചേട്ടൻ. അപ്പോൾ എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ആത്മീയകാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു ശരിക്കും ഞാൻ കണ്ടല്ല. ചേട്ടന് പല ആളുകൾ അയച്ചു കൊടുത്തു. ആർക്കും അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു വീഡിയോ. ആർക്കും അയച്ചു കൊടുത്തില്ലേ? എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട് അച്ഛൻ ചിന്ന ദിവസം ഇവിടെ വരാമെന്നുണ്ട്. അപ്പോൾ ഡേറ്റ് നമുക്ക് 10-ാം തീയതി 20-ാം തീയതി ഇടയ്ക്കുള്ള സമയം വരും. അപ്പോഴാണ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചേട്ടൻ ഉണ്ടാകണമെന്ന് ഞാൻ ചേട്ടനോട് ചിലപ്പോൾ ഓൾറെഡി നീ വിളിച്ചാൽ വന്നേക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും ശരി ഞാൻ വിളിക്കാം. ചേട്ടൻ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ പറഞ്ഞ അപ്പോൾ ഞാൻ ഓരോ എനിക്ക് അച്ഛന് ദിവസം വിളിക്കണമെന്നുണ്ട്. പക്ഷെ അച്ഛൻ തിരക്കായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിളിക്കും? 2 ദിവസത്തേക്ക് ഞാൻ വിളിക്കും അച്ഛനെ. 2 ദിവസത്തേക്ക് അച്ഛൻ എഫ് വരും, എന്ന് വരും, എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ. അപ്പോൾ ജോലി കണ്ട് പറയും അച്ഛൻ വരാമെന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നമ്മളെ പറ്റിക്കുമോ? കാരണം തിരക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇല്ല അച്ഛൻ വരാമെന്നുകൊണ്ട് വരും, നമുക്ക് ഒരുങ്ങിയിരിക്കാം. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ വന്ന് ഇവിടം വരെയായി. ഇന്നലെ വരെയും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ചത്ത മനുഷ്യനായിരുന്നു അല്ലേ സാറിന് അച്ഛനറിയാമല്ലോ. അതെ. ഇന്ന് അങ്ങനെയല്ലേ. ഇന്നെനിക്ക് ഭയങ്കരമായ ഒരു പവർ, ഒരു ആധികാരികമായൊരു പവർ. കാരണം എൻ്റെ കൂടെ നിൽക്കുന്നത് ശക്തനായ ഒരു പൗലോസാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വചനത്തിൽ എനിക്കുണ്ടായ എല്ലാ കാര്യവും എനിക്ക് തുറന്നു പറയാൻ യാതൊരു മടിയില്ല ആരുടെ മുന്നിലും. ഇനി ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന രീതിയിൽ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇത്. ഈ വീഡിയോ അതിനൊരു ആദ്യത്തെ ചവിട്ടുപടിയാണ്. നിങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങളെ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് കർത്താവ് നിങ്ങളടുത്ത് ഉപയോഗിക്കും. അന്ന് പൗലൂസിനെ ഉപയോഗിച്ചതിനേക്കാളും ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പൗലൂസിനെ ഉപയോഗിച്ചത് ഒരു ജിയോഗ്രഫിക് ലൊക്കേഷനിൽ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ദൈവത്തിന് ഈ ലോകം മുഴുവൻ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കിടപ്പുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ദൈവം നോക്കുന്ന ചില വ്യക്തിത്വങ്ങൾ പൗലൂസിനെക്കാളും ശക്തമായിട്ടുള്ള രീതിയിൽ ദൈവത്തിന് ഉപയോഗിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഇന്ന് മുതൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നത് അന്ന് പൗലൂസിനെ ഉപയോഗിച്ചതിനും 10-100 മടങ്ങ് കൂടുതൽ വീര്യത്തോടുകൂടെയും കൂടുതൽ ആധികാരികതയോടുകൂടെയും കൂടുതൽ ദൈവത്തിൻ്റെ ശരിക്കുമുള്ള ഈ കാലഘട്ടത്തിന് വേണ്ട വെളിപ്പെടുത്തലുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപാധിയായിട്ട് നിങ്ങളെ ഉപയോഗിക്കും. അപ്പോൾ ഇനി അനേക വ്യക്തികൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ കേൾക്കും. സംഭവിക്കട്ടെ. അതിന് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രചോദനമായത് അച്ഛൻ്റെ വീഡിയോസുകളാണ്. ഞാൻ രാത്രി ഒരു 10 മണി 10:30 ഞാൻ എൻ്റെ മുറി കയറി കഴിഞ്ഞാൽ 3 മണി വരെ ശരിക്കും ഞാൻ ഈ വീഡിയോ കണ്ടുപോകുന്ന ഒരാളാണ്. പല കാര്യവും ഒരു 739 വരെ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട് നമ്പർ. പക്ഷെ അത് ഞാൻ മുഴുവൻ കണ്ടതല്ല, അത്ര വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞാനടുത്ത് കണ്ട 10-9 ശരിക്കും പറഞ്ഞാൽ അത്രയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഒരു പ്രചോദനമാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വരെ എത്തിച്ചത്. കൂടുതൽ വീഡിയോസ് കാണാൻ വരട്ടെ. അതെ അതെ അതെ. ഇനി അങ്ങോട്ട് മനോജ് അച്ഛൻ മാത്രമല്ല അതിനകത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ സംസാരിക്കണം. ആ സമയത്ത് ഞാൻ വീഡിയോ കണ്ട സമയത്ത് അതിനകത്ത് ദിയ സിസ്റ്റർ,
പിന്നെ സ്മിത ഉം. സിസ്റ്റർ, പിന്നെ ജ്യോതി സിസ്റ്റർ, ഉം. പിന്നെ മഞ്ചാടി, ഇവർ 4 പേരെയാണ് ഞാൻ അതിനകത്ത് കണ്ടിരിക്കുന്നത്. സ്മിതയല്ല, സോണിയ. സോണിയ, അസ്മിത സോണിയ, ഉം. ഇവർ 4 പേര്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മനോജ് അച്ഛനോടത്ത് നിൽക്കുന്ന ആ ഒരു രീതി, ഒരു അപ്പനും മക്കളും അല്ല അപ്പനും മകനും അല്ല അപ്പനും മകളും എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അച്ഛനുമായിട്ട് ഒരു ബന്ധം, അതായത് എന്താ പറയുക, അത് രക്തബന്ധമല്ല എന്നാൽ അതിനേക്കാൾ വലിയൊരു ബന്ധം. പിതാവും മകളുമായിട്ടെന്നുള്ള രീതിയിലല്ല, പിതാവും മകനുമായിട്ടെന്നുള്ള രീതിയിലാണ് ശരിക്കും ആ ബന്ധത്തെ ഞാൻ കണ്ടത്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ഫ്രീ ആണ് ഈ ദിയ എന്ന് പറയുന്ന ആ സിസ്റ്റർ. ശരിക്കും അച്ഛനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മറയില്ലാതെ, ഒരു കളിക്കൂട്ടുകാരനാണ്, എന്നാൽ അപ്പനാണ്, എന്നാൽ ചേട്ടനാണ്. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നാളെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് വേറൊരാൾ വന്ന് പറയും, ആ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയും മനോജ് അച്ഛനും കൂടെ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണോ, ഒരു ബ്രദറിൻ്റെ സ്ഥാനത്താണോ, ആ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നെ ഒത്തിരി സ്വാധീനിച്ചു എന്ന് നമ്മൾ ഈ വീഡിയോ അതിൻ്റെ തുടക്കമാണ്. എനിക്കറിയാം. ഞാനിപ്പോൾ ശരിക്കും ഈ മനോജത്തിനായിട്ട് സംസാരിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനത്തല്ല. എന്തോ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവിക പുരുഷൻ എന്ന രീതിയിൽ അല്ല, അതിനപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തെ പോലെയല്ല, ദൈവിക പുരുഷൻ അപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എല്ലാ സർവ്വ സ്വാതന്ത്ര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അച്ഛനിൽ ഉണ്ട്. അത് എൻ്റെ ഒരു വികാരി അച്ഛനിൽ ശരിക്കും എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചിട്ട് അതിന് വിരുദ്ധമായിട്ടാണ് ശരിക്കും എൻ്റെ അടുത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. അതും ഒരു അച്ഛനാണ്, ഇതും ഒരു അച്ഛനാണ്. സെബാസ്റ്റ്യൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 65 വയസ്സുണ്ട്. 65 വയസ്സുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചിലർ കാണുന്നത് ഒരു അനിയനും ചേട്ടനും തമ്മിലുള്ള ബന്ധമായിട്ടായിരിക്കും. അതെ, അതെ, ആ രീതിയിൽ അതാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെയാണ് ഞാനും അച്ഛനും ഇപ്പോൾ ശരിക്കും പറഞ്ഞത്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നല്ല, ഒരു മാർപ്പാപ്പയുടെ സ്ഥാനത്ത്, ഒരു മെത്രാൻ്റെ സ്ഥാനത്ത് നിന്നല്ല ശരിക്കും എനിക്ക് മെത്രാനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒരു വികാരിയോട് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാനും മനോജ് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ എന്താ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒരു കുഞ്ഞുനാളിലെ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന എടാ വാടാ പോടോ പാടാ ഒരു വിളി പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം. ശരിക്കും പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തിലാണ് ആത്മീയ വളർച്ച നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബന്ധമായിരുന്നു. കളിക്കൂട്ടുകാരെ പോലെ, ഉറ്റ മിത്രങ്ങളെ പോലെ, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ യോഹന്നാന് നെഞ്ചിൽ ചാരിക്കിടന്നുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്വാതന്ത്ര്യം യേശുവിനോടുണ്ടായിരുന്നു. അവിടെ ഒരു നെല്ലുമണിയോളം പോലും അകൽച്ചയില്ല. അങ്ങനെ ചേർന്നിരുന്നാണ് അവരുടെ ആ ഒരു ബന്ധം അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഗുരുശിഷ്യ ബന്ധത്തെക്കാളേറെ ഒരു സാഹോദര്യ ബന്ധമോ ഒരു കൂട്ടുകാർ തമ്മിലുള്ള ബന്ധമൊക്കെ ആയിരുന്നു യേശു ശിഷ്യന്മാരും തമ്മിൽ. അപ്പോൾ ആ ബന്ധത്തിൽ നിന്നാണ് ശരിക്കും പരിവർത്തനം തുടങ്ങുന്നത്. നമ്മൾ തമ്മിൽ ശരിക്കും ഒരു ആത്മാർത്ഥ മിത്രം എന്നുള്ള ബന്ധത്തിൽ നിന്നാലേ കറക്ഷൻസ് നടക്കത്തുള്ളൂ. ആ സെബാസ്റ്റ്യൻ ബ്രദറെ അത് വേണ്ട ഇങ്ങനെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അത് സ്വീകാര്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊരു ബോണ്ടേജ് ഉണ്ടാകണം, ഇല്ലെങ്കിൽ കറക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ആത്മീയ വളർച്ച എപ്പോഴും ഈ ഇൻറ്റിമസി ബന്ധത്തിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിക്ക് ഇത് മനസ്സിലാവും. ഇല്ലാത്ത വ്യക്തി ഇതിനെ നോക്കിക്കാണുന്ന ഏത് രീതിയിലായിരിക്കും? ലോകത്തിൻ്റെ രീതിയിലായിരിക്കും. അപ്പോൾ അവിടെ ഇല്ലീഗൽ ബന്ധങ്ങളായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുതലെടുപ്പാണോ, ഇത് വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള രീതിയിൽ അവരിതിനെ മഞ്ഞക്കണ്ണാടിയിലൂടെ നോക്കിയിട്ട് പല കഥകളുണ്ടാകും. പക്ഷെ അതല്ല, ആത്മീയ കൂട്ടായ്മയ്ക്കകത്തുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ഒരു ഹൃദയ ബന്ധമാണ്. അപ്പം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അത് നിങ്ങളുടെ ഭൗതിക കുടുംബം. അതിനകത്തുള്ള ഒരു ഇൻറ്റിമസി വേറെയുണ്ട്. സോ ഇതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ തമ്മിൽ 3 പേരും തമ്മിലുള്ള ഒരു കൂട്ടായ്മ ബന്ധമെന്ന് പറയുന്നത് പിതാവാം ദൈവത്തിൻ്റെ പുത്രന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ഇതും ഒരു ആത്മീയ കുടുംബമാണ്. സോ ഇവിടെയുള്ള ബന്ധങ്ങൾക്ക് തമ്മിലും എന്തുണ്ടാകാൻ പാടില്ല? ഈ വലിപ്പച്ചെറുപ്പമോ അകൽച്ചയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബന്ധത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ കാണുന്ന ആൾക്ക് ഈ ഇൻറ്റിമസി ബന്ധം അവർക്ക് ഫീൽ ചെയ്യണം. അതെ അതെ അതെ. ആരും ആരെക്കാളും വലുതല്ല, ആരും ആരെക്കാളും ചെറുതല്ല. എല്ലാവരും ശരിക്കും ദൈവത്തിന് സമത്വമാണെന്ന് ശരിക്കണം. അത് അങ്ങനെ ഇന്ന് അങ്ങനെയല്ല ശരിക്കണം. മതത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല.
ഇപ്പം ഞാനത് കണ്ടത് ശരിക്കും ഈ പറഞ്ഞ അച്ഛൻ്റെ മിനിസ്റ്ററി ശരിക്കും ഈ പറഞ്ഞ ആ ഒരു കൂട്ടായ്മ ഇപ്പം മഞ്ചാടി എന്ന് പറഞ്ഞ കുറച്ച് ശരിക്കും പിന്നെ സെവാന് ശരിക്കും മഞ്ചാടിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമുണ്ട്. ഫ്രീ, അതായത് അപ്പൻ്റെ തോളത്ത് തൊട്ടു പോകുന്ന എന്നാൽ ശരി എന്നാൽ ഈ ഭൗതിക ഈ ലോകത്ത് അപ്പനല്ല ആ ഒരു രീതിയിൽ. അതുപോലെ ശരി അത്രയും പ്രായമുള്ള ദയാ സിസ്റ്റർ ശരിക്കും അച്ഛനുമായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പനും മകളും നല്ല രീതിയിൽ ഒരു അകൽച്ചയില്ലാതെ, അതാണ് ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയൊരു പ്രാർത്ഥനയൊന്നുമില്ല അവിടെ ശരിക്കും ഉണ്ടോ? അങ്ങനെയല്ല, അതൊരു എന്താ പറയുന്നത്, ഈ ഒരു 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 കപടതയില്ലാത്ത അല്ലെങ്കിൽ ഒരു അമിത ഭക്തിയുടെ ഒരു ആവരണമില്ലാതെ പച്ചയായ രീതിയിൽ ഞാനിതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, അല്ലാതെ ഒരു രഹസ്യമായ കാര്യങ്ങളല്ല. ആ ഒരു ബന്ധം അങ്ങനെ ഒരു കൂട്ടായ്മ കിട്ടണമെങ്കിൽ ശരിക്കും അത് നമുക്ക് പിതാവിൽ നിന്ന് കിട്ടുള്ളൂ. എന്താണ് ഈ സെബാസ്റ്റ്യൻ ബ്രദറിന് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? നമ്മളിപ്പോൾ ഇന്നലെ തൊട്ട് ഇത്രയും സമയം ഒരുമിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇങ്ങനെ ആയിരുന്നോ പ്രതീക്ഷിച്ചത്? എന്തൊക്കെയായിരുന്നു ഹൃദയത്തിലുള്ള പ്രതീക്ഷകളും ചിന്തകളും? ഞങ്ങൾ 2 സെബാസ്റ്റ്യന്മാരാണല്ലോ. യെസ്. മനോജ് അച്ഛനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇത്ര സമയം നമ്മളിവിടെ 2 ദിവസമായി നമ്മളിവിടെ സംസാരിക്കണം. സംസാരിച്ച് കഴിഞ്ഞപ്പോഴും പല ആശയങ്ങളും ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല ആശയങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ 2 ദിവസത്തെ സംഭാഷണത്തിലൂടെയാണ്. അത് ഒരു പുതിയ വെളിച്ചം കൂടുതൽ ശക്തിയായിട്ട് പ്രകാശിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ദൈവം വെളിച്ചമാണ്, ദൈവം സ്നേഹമാണ് എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് എന്താണെന്ന് അനുഭവിക്കാൻ തുടങ്ങിയത് സംഭാഷണത്തിലൂടെയാണ്. വെളിച്ചം നമുക്ക് ഇരുളിൽ നടക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ പല വസ്തുക്കളെയും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റും. യഥാർത്ഥ രൂപത്തിലും യഥാർത്ഥ വലിപ്പത്തിലും യഥാർത്ഥ കളർ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ വെളിച്ചം വേണം. അപ്പോൾ അത്തരത്തിലൊരു വെളിച്ചത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായത്. അതിൽ പിതാവ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്, ആരാണ് നമ്മൾ പിതാവ്, അല്ലെങ്കിൽ ആ പിതാവ് എന്ന് പറയുന്നത് നമുക്കുണ്ടോ, ഉണ്ടെങ്കിൽ ആ പിതാവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്, ആ ബന്ധം തുടരേണ്ടത് എങ്ങനെയാണ്, അതിനെപ്പറ്റിയാണ് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. പിതാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇതുവരെയും നമ്മുടെ മതങ്ങൾ നൽകിയിരുന്ന പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പിതാവ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ആ പിതാവിൻ്റെ കൂടെ നിൽക്കുന്ന പുത്രൻ്റെ ബന്ധം, പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണോ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം പ്രസക്തമുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോഴാണ് വാസ്തവത്തിൽ. ആ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് എന്തിനാണെന്നും അത് കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് എന്ത് പ്രയോജനമുണ്ടെന്നും നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഈ ഒരു ബന്ധത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും നേടാനുണ്ട്. പ്രത്യേകിച്ച് ഈ പിതാവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് എങ്ങനെ പകരാൻ പറ്റുക, അവർക്ക് മനസ്സിലാക്കണം ഇവൻ്റെ പിതാവ് അല്ലെങ്കിൽ ഇവൻ വിശ്വസിക്കുന്ന പിതാവ് അല്ലെങ്കിൽ രക്ഷകൻ ഇന്ന തരത്തിലുള്ളതാണ് എന്നും മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന വിധത്തിലേക്ക് നമ്മുടെ പ്രകടനങ്ങൾ മാറണം. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സ്നേഹം എന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്താണ് സ്നേഹമെന്നും ആരോടാണ് അത് പ്രകടിപ്പിക്കേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇത് ത്രിയേക ദൈവത്തെപ്പറ്റിയൊക്കെ പല ക്ലാസ്സുകളും പഠിച്ചിട്ടുണ്ട്, പലതും വിചാരിച്ചിട്ടുണ്ട്. അച്ഛന്മാർ ഉദാഹരണം പറയും, റബ്ബറിൻ്റെ കുരു 3 അല്ലി ചേർന്നിരിക്കുന്നത് പോലെയാണ് പിതാപുത്രനും പരിശുദ്ധാത്മാവ്, അത് 3 കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കായ ആയിരിക്കുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം. പിതാവുമായിട്ട് നമ്മളെ പുത്രസ്ഥാനത്തേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന കണക്ടറാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ കണക്ടറുടെ സാന്നിധ്യമില്ലാതെ നമുക്ക് ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഏജൻ്റായിട്ട് കണക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ഇല്ലാതെ നമുക്ക് ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയുന്നവരായി മാറണം നമ്മൾ എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. Yes, that's it. അത്രയും മനസ്സിലാക്കാനായിട്ട് ചില ആൾക്കാർ യുഗങ്ങൾ എടുക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കർത്താവിൻ്റെ ഒരു കൃപയല്ലേ. കാരണം ആ മനസ്സിലാക്കിൽ നിന്നാണ് അടുത്ത കാര്യങ്ങളിലേക്കുള്ള വളർച്ച കിടക്കുന്നത്. അപ്പോൾ ആദ്യ പാഠം തന്നെ വളരെ വ്യക്തമായിട്ട് ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കൃപയാണ്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ പിതാവിൻ്റെ ഹിതത്തിൽ സഞ്ചരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഇനിയും സഹായിക്കട്ടെ. നമുക്കിനിയും ഇതുപോലെ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും കൂടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ മുമ്പോട്ട് വെക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു കൾച്ചറിലുള്ള ജീവിതത്തിനകത്തേക്ക് നിങ്ങളെ രണ്ടുപേരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൃദയ പരിവർത്തനത്തിൻ്റെ യാത്രയാണ്. വെറുതെ പ്രസംഗിച്ചിട്ട് പോകുന്നതല്ല. പിതാവ് എന്താണോ ഈ ബ്രദറിനെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ഈ ബ്രദറിനെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിവർത്തിയായി കാണുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ കർത്താവ് ഇട്ടിരിക്കുന്ന ദൗത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ മഞ്ചാടി, ജ്യോതി സിസ്റ്റർ, ജയ സിസ്റ്റർ, സോണിയ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിയിൽ നിങ്ങൾ ആ നന്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെയെങ്കിലും എനിക്ക് ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യം അവരുടെ ജീവിതത്തിനകത്ത് വർഷങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയത് കൊണ്ടാണ്. അപ്പോൾ അതേ കാര്യം നിങ്ങളിലും പ്രാവർത്തികമാകാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഞാൻ നിന്ന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ സവാനോടും പറഞ്ഞത് അത് തന്നെയാണ്. നമുക്ക് ഒരു പ്രചോദനം തരാനായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മനോജ് അച്ഛനാണ്. എങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്, നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ അറിവില്ലായ്മയെ തിരുത്താനായിട്ടൊക്കെ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ അച്ഛനാണ്. അപ്പം ആ അച്ഛൻ്റെ വീഡിയോസ് കണ്ടതുകൊണ്ടും പിന്നെ അച്ഛൻ്റെ കൂട്ടായ്മയിലുള്ള ഈ പറഞ്ഞ വ്യക്തികളുടെ മാറ്റങ്ങളും അവരുടെ നമ്മൾ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ജീവിതങ്ങളും ആ പ്രവൃത്തികളും കണ്ടാണ് എന്നെ സംബന്ധിച്ചിരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ ആളാണ് എന്ന് മനസ്സിലായി. പിന്നെ അത് കൂടാതെ തന്നെ അച്ഛൻ നല്ലൊരു പൊസിഷനിൽ നിന്നൊരാളാണ്. അച്ഛൻ ഒരു വ്യക്തിയുടെ കീഴിൽ നിന്ന് വെച്ച ആളാണ്, ഒരു മനുഷ്യൻ്റെ കീഴിൽ വെച്ച ഒരാളാണ്. ആ മനുഷ്യനെ വിട്ടിട്ട് ദൈവത്തിൻ്റെ കീഴിലായപ്പോഴാണ് അച്ഛന് ശരിക്കും ആധികാരികമായ ഒരു പവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ അത് വിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നമ്മൾ വായിച്ച ആശയങ്ങളല്ല, പഠിച്ച ആശയങ്ങളല്ല അച്ഛനിലൂടെ കേട്ടത്. അത് ഒരുപാട് എളുപ്പമുള്ളതാണ്, ഒരുപാട് എളുപ്പമുള്ള. എന്നെ സംബന്ധിച്ച് ഇതിൽ ഭയങ്കര കഠിനമാണ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ശരിക്കും എന്ന് പറയുമ്പോൾ ഞാനതൊരു വിഷമമായിട്ട് വെച്ചു. പക്ഷേ അച്ഛനത് വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായത് ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നിലുമുണ്ട്. ഞാൻ വിചാരിച്ച് വേറെ എങ്ങോട്ടുമാണ്, ഇല്ല. ആ ക്രിസ്തുവിൽ ഉണ്ടെന്നുള്ള രീതി അത് മനസ്സിലാക്കിയത് ശരി അച്ഛൻ്റെ കൂട്ടായ്മയിലാണ്. ക്രിസ്തു സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ശരി അച്ഛൻ്റെ കൂട്ടായ്മ. അവരുടേതായ ആ ഒരു കൂട്ടായ്മയും ആ സ്നേഹങ്ങളും അച്ഛനോടുള്ള പെരുമാറ്റങ്ങളും അവരോടുള്ള പെരുമാറ്റങ്ങളും ഒരു ശിക്ഷ രീതിയല്ല. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ അച്ഛനോട് പറയുകയും ചെയ്ത അച്ഛൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളെയും ചേർക്കുമോ എന്ന് ചോദിച്ചതാണ്. വേറെ കൂട്ടായ്മ ഇല്ലാണ്ടല്ല, ഒരുപാട് കൂട്ടായ്മ. പക്ഷേ അപ്പോൾ ഞാൻ തിരുത്തി പറഞ്ഞില്ലേ, ഇത് അച്ഛൻ്റെ കൂട്ടായ്മയല്ല, ഇത് അപ്പൻ്റെ കൂട്ടായ്മയാണ്. അപ്പൻ്റെ കൂട്ടായ്മയിലുള്ള സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോഴുള്ള സന്തോഷ പ്രകടനങ്ങളും മാത്രമാണ്. അല്ല, ഇന്ന് എല്ലാ കൂട്ടായ്മകളും പറയുന്നൊരു കാര്യം ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ഇത് ക്രിസ്തുവിൻ്റെ സഭയാണ്, ഇത് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതും എനിക്ക് ദൈവത്തിനുണ്ടായ അനുഭവം വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും എന്നെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ തമാശയ്ക്കെങ്കിലും ഒരു കാര്യം പറഞ്ഞില്ലേ, തന്തയ്ക്ക് ജനിച്ചാൽ തന്തയുടെ സ്വഭാവം കാണിക്കണമെന്ന് പറഞ്ഞില്ലേ. അതായത് ദൈവം എന്താണ് എന്ന് നമ്മൾ വിചാരിക്കുന്നോ അതേ കാര്യം ദൈവത്തിൻ്റെ മക്കളായ നമ്മിലും പ്രദർശിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അത് കപടതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അതുപോലെ 100% ഇല്ലെങ്കിലും ഒരു 50% നമ്മിൽ കാണാൻ പറ്റണം. അങ്ങനെ പറ്റിയാൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ മകനാണെന്നും ആ കൂട്ടായ്മ ദൈവികമാണെന്നും അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ. ഒരു 10% പോലും ഇല്ലെങ്കിൽ അതൊരു ദൈവിക കൂട്ടായ്മയല്ല.
അപ്പോൾ ദൈവം പറയുന്ന ആശയങ്ങൾ തന്നെ നമ്മൾ സംസാരിക്കുകയും വേണം. സംസാരിക്കുന്ന കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്ക് കാണാനും പറ്റണം. അത് പ്രാവർത്തികമായിട്ട് കാണാൻ പറ്റണം. അതാണ് ഞാൻ കണ്ടത്. ഞാൻ അച്ഛൻ്റെ കൂട്ടായ്മയിൽ കിങ്ഡം മിനിസ്ട്രിയിൽ കണ്ടൊരു കാര്യം അതാണ്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, നിങ്ങൾ കിങ്ഡം മിനിസ്ട്രി അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ആ മിനിസ്ട്രിയുടെ പവർ എന്താണെന്ന് അറിയാൻ പറ്റും. അത് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം മറ്റുള്ള കൂട്ടായ്മ പോലെ അല്ല ഇത്. ശരി, എന്നെ സംബന്ധിച്ച് ഉള്ള ഒരു കൂട്ടായ്മ ഞാൻ കണ്ടിരിക്കണം. അതവിടെ കുറച്ച് പേരുള്ളൂ, വിരലെണ്ണാവുന്ന പേര് ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെ. ശരിക്കും അവരുടെ ഈ സ്നേഹങ്ങൾ ശരിക്കും പറഞ്ഞാൽ, അതായത് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ ദൈവവചനം പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആ ദൈവത്തെ അവരുടെ ഉള്ളിൽ കയറ്റിയപ്പോഴാണ് അവർക്ക് മാറ്റം ഉണ്ടായത്. അവർ പല സ്ഥലങ്ങളിൽ പോയിരുന്ന ആളുകളാണ്. ആ ദൈവമായിട്ട് ആ ഒരു ജീവിതം, അതായത് അച്ഛൻ പറഞ്ഞത് എന്താണ്, ഒരു സ്വർഗീയ ആസ്വാദനം അതനുഭവിച്ചത് കണ്ടത് ഞാൻ ശരിക്കും പറഞ്ഞു. ഈ ദയാ സിസ്റ്റർ, അതുപോലെ മറ്റേ സോണിയ സിസ്റ്റർ, അതുപോലെ മറ്റേ നമ്മുടെ ജ്യോതി. അപ്പം ആ ഒരു എന്താണ് അവരുടേതായ ഒരു സന്തോഷ സമാധാനം അവരേത് സാഹചര്യത്തിൽ വന്നതാണ്. ഇപ്പം അവരുടെ ജീവിതം അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിന് ഒരു ഭീകരതയില്ല, ഒരു ഫ്രീ ആണ്. അപ്പോൾ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് അനുഭവങ്ങളൊക്കെ വന്ന് ഉള്ള ആളുകളാണ്. പക്ഷെ ഇപ്പോൾ അവരെന്താണ്, ഇപ്പം ഞങ്ങൾ യഥാർത്ഥമായ സന്തോഷ സമാധാനത്തിലുമാണ്. അതെവിടെ നിന്ന് കിട്ടി? അത് ബഹുമാനപ്പെട്ട മനോജ് അച്ഛനിലൂടെ പിതാവായ ദൈവം കൊടുത്ത ഒരു സമാധാന സന്തോഷം അവരിയ്ക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും, നാളെ നിങ്ങളും ഇതേ ഒരു അവസ്ഥയിൽ സംസാരിക്കുന്നത് മറ്റൊരു വ്യക്തി ഇതുപോലെ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മളല്ലേ ഇപ്പം അവരുടെ മാറ്റം കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛനെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അവരുടെ മാറ്റം കണ്ട് ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങളുടെ മാറ്റം കൊണ്ടായിരിക്കാം ഇതുപോലെ ഒരുപാട് ആളുകൾ അച്ഛൻ്റെ മിനിസ്ട്രിയിൽ വരുന്നത്. അച്ഛൻ്റെ മിനിസ്ട്രിയില്ല, അച്ഛൻ നയിക്കുന്ന ദൈവത്തിൻ്റെ മിനിസ്ട്രിയിലേക്ക് വരിക. അത്രയും അത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് പറഞ്ഞതുപോലെ ആ ഒരു മതത്തിൻ്റെ കൾച്ചറിൽ നിന്ന് ദൈവികമായ കൾച്ചറിലേക്കുള്ളൊരു പരിവർത്തനത്തിന് വേണ്ടി ഒരു ചെറിയൊരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ദൈവം ആഗ്രഹിച്ച രീതിയിൽ യേശുക്രിസ്തുവിനെ പോലെ പൗലൂസിനെ പോലെ ദൈവത്തിനെ പ്രദർശിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ പറ്റും. അപ്പോൾ അതാകട്ടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ റിസൾട്ടും ആ ഒരു ഉദ്ദേശത്തിൽ ലക്ഷ്യം. അതിന് തന്നെയാണ് ദൈവം നമ്മളെ ഒരുക്കിയത്. അല്ലെങ്കിൽ ശരിക്കും തിരുവനന്തപുരം ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാത്ത ഒരു അച്ഛൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും സാധാരണ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. ഇതല്ല, ഈ യേശു പാപികളെ തേടി വന്നതുപോലെ ബഹുമാനപ്പെട്ട മനോജ് അച്ഛൻ ഞങ്ങളെ തേടി വന്നതാണ്. അത് ദൈവം അയച്ചതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ അനേകം വ്യക്തികൾക്ക് ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ ആസ്വാദനം കിട്ടാനായിട്ട് നിങ്ങളെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ.